എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 37, 38, 39 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ വൃത്തമാണുള്ളത്. ഭഗവാനോട് കോസലാധിപതിയായിട്ടുള്ള നഗ്നജിത്ത് കാളകളുടെ കാര്യവും കാളകളെ പിടിച്ചു കെട്ടിയാൽ മാത്രമേ സത്യയെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം വിസ്തരിച്ചു പറഞ്ഞു. മറ്റൊന്നും ചോദിച്ചില്ല എന്നുള്ളൊരു ദുഃഖം കൂടി പറയുകയാണ് ചെയ്തത്. അതിനുശേഷം എന്തൊക്കെയാണ് കോസലാധിപതിയായിട്ടുള്ള നഗ്നജിത്ത് ഭഗവാനോട് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ആദ്യം 37ാമത്തെ ശ്ലോകം നോക്കാം. അഥവാ പുണ്ടരീകാക്ഷ സമയസ്ത്വയി നോചിത യദി തേ രോചതേ കന്യാ ദദാമി പ്രതിഗൃഹ്യതാം. വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. അഥവാ പുണ്ടരീകാക്ഷ സമയ ത്വയി ന ഉചിത യദി തേ രോചതേ കന്യാ ദദാമി പ്രതിഗൃഹ്യതാം. എത്ര ഭംഗിയായിട്ടാണ് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് മകളെ പറ്റിയിട്ട് ശ്രീകൃഷ്ണനോട് പറയണത് എന്ന് നോക്കൂ. ഹേ പുണ്ടരീകാക്ഷ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങ് എന്തിനാ വന്നതെന്നോ അങ്ങയുടെ ആവശ്യം എന്താണ് എന്നൊന്നും ചോദിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. എന്നിട്ട് അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ കാര്യം പിന്നെയും വിട്ടിട്ടില്ല. നഗ്നജിത്ത് ഭഗവാനോട് ചോദിക്കുകയാണ്, ഹേ പുണ്ടരീകാക്ഷ, അല്ലയോ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ, അഥവാ അഥവാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എങ്കിൽ, എങ്ങനെയാണെങ്കിൽ ത്വയി സമയ ന ഉചിത, അങ്ങനെയാണെങ്കിൽ അങ്ങയ്ക്ക് ഈ സമയം അഥവാ പ്രതിജ്ഞ ബാധകമല്ല. അങ്ങ് അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കണ്ട. എങ്ങനെയാണെങ്കിൽ യതി കന്യാതേ രോചത്തെ, അങ്ങയ്ക്ക് കുട്ടിയെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ രാജാക്കന്മാരുടെ മുമ്പിൽ വച്ചതായിട്ടുള്ള പ്രതിജ്ഞ, ഇവൾ വീര്യശുൽക്കയാണ് എന്നുള്ളത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു അച്ഛന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള മോഹം, നല്ല ഉത്തമനായിട്ടുള്ള ഒരാളെ കിട്ടണമെന്നുള്ള മോഹം കൊണ്ടാണല്ലോ നഗ്നജിത്ത് ഇങ്ങനെയൊരു ഉപാധി വച്ചത്. ആരും വന്നില്ല, വന്നവർക്കാർക്കും വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല. വന്നവരൊക്കെ മുറിവേറ്റിട്ടാണ് പോയത്. മറ്റു ചിലർക്ക് കാളകളെ പറ്റി കേട്ടപ്പോൾ തന്നെ വരണ്ട എന്നും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയായി. മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും വേണം. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ്റെ വരവ്. ശ്രീകൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു മോഹം നഗ്നജിത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവണം. ഭഗവാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, രാജാവിന് മനസ്സിലായിട്ടില്ല. എന്നിട്ട് പറയാണ്, ഇനി മറ്റെന്തെങ്കിലും ആഗ്രഹത്തിൻ്റെ പുറത്താണ് വന്നതെങ്കിൽ, ഇനി അഥവാ കുട്ടിയെ അങ്ങക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പ്രതിജ്ഞയൊന്നും നോക്കണ്ട കേട്ടോ എന്ന് വളരെ ലളിതമായ ഭാഷയിൽ പറയാണ്. യതി കന്യാതേരോചതേ ത്വയി സമയ ന ഉചിത, അങ്ങയോട് സമയം പറയാൻ പാടില്ല. സാധാരണക്കാർക്ക് വച്ചിരിക്കുന്നതാണ് ഈ സമയം അഥവാ പ്രതിജ്ഞ. ഇങ്ങനെയൊക്കെ ചെയ്താലേ കുട്ടിയെ കിട്ടുള്ളൂ എന്നുള്ളത് സാധാരണ മനുഷ്യരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്കായിട്ട് മാത്രം വച്ചിരിക്കുന്നതായിട്ടുള്ള ഉപാധിയാണ്. അങ്ങയോട് ഞാനിത് പറയാൻ പാടില്ല. അങ്ങ് ആരാണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഈ ഉപാധി അങ്ങയ്ക്ക് ബാധകമല്ല. അങ്ങയ്ക്ക് സത്യയെ എൻ്റെ മകളെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വിവാഹം കഴിക്കുക തന്നെ ചെയ്യാം. വിവാഹം കഴിക്കുക എന്നല്ല, ഞാൻ എന്തു ചെയ്യും? ദദാമി, ഞാനിതാ ഇപ്പം തരാൻ തയ്യാറാണ്. പ്രതിഗൃഹ്യതാം, സ്വീകരിക്കുക മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് അങ്ങ് ഈ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാളകളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങയ്ക്ക് മകളെ തരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. അതന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങയുടെ മനസ്സിൽ അതാണോ എന്നുള്ളത് അന്വേഷിക്കുകയും കൂടിയാണിപ്പോൾ രാജാവ് ചെയ്തത്. എത്ര ഭംഗിയായിട്ടാണ് അത് അവതരിപ്പിച്ചത് നോക്കൂ. നമുക്ക് 38ാമത്തെ ശ്ലോകം നോക്കാം. കാമം നിന്ദന്തു ലോകോയം മാം പ്രതിജ്ഞാതിലംഘിനം ലോകാനുവൃത്തി സംസാരാത് കിമുത്താരയിതും ക്ഷമാ. വളരെ വലിയൊരു ഉപദേശമാണ് ഇതിൽ കൂടെ സുകുമാരകവി നമുക്ക് തരണത്. നഗ്നജിത്തിൻ്റെ വാക്കുകളിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പദച്ഛേദം പറയാം. കാമം നിന്ദന്തു ലോക അയം മാം പ്രതിജ്ഞാതിലംഘിനം ലോകാനുവൃത്തി സംസാരാത് കിം ഉത്താരയിതും ക്ഷമ. അവസാനത്തെ 2 വരിയും കൂടി ചേർത്തിട്ടൊരു ചോദ്യമാണ്.
എന്താണിവിടെ കവി പറയണത് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ കോസലാധിപതി പറയണത് എന്നാണെങ്കിൽ, അയം ലോക, എൻ്റെ ചുറ്റുമുള്ളതായിട്ടുള്ള ലോകമുണ്ടല്ലോ, ഈ ജനങ്ങളെ, ലോകം എന്നുള്ളത് കൊണ്ട് എന്താ, ജനങ്ങളെന്നർത്ഥം, പ്രജകൾ, അവരെന്ത് പറയും? പ്രതിജ്ഞാതിലംഘിനം മാം കാമം നിന്ദന്തു, പ്രതിജ്ഞയെ അതിലംഘിച്ചു പോയി എന്നുള്ളത് കൊണ്ട് എന്നെ ഇഷ്ടം പോലെ, കാമം എന്ന് വെച്ചാൽ വേണ്ടുവോളം, ഇഷ്ടം പോലെ നിന്ദിച്ചോട്ടെ. എപ്പോഴാണ് പ്രതിജ്ഞ ലംഘിക്കുക? ശ്രീകൃഷ്ണനാണ് ഈ കുട്ടിയെ വിവാഹം കഴിക്കണതെങ്കിൽ ഞാൻ പ്രതിജ്ഞയൊക്കെ മാറ്റൂലോ. അങ്ങാണ് എൻ്റെ ജാമാതാവായിട്ട് വരണത് എന്ന് ഉറപ്പാണെങ്കിൽ ഇനി കാളകളുടെ ആവശ്യമൊന്നുമില്ല, ആ പ്രതിജ്ഞ ഞാൻ മാറ്റി വച്ചിരിക്കുന്നു. അങ്ങനെ വന്നാൽ അങ്ങ് കാളകളെയൊന്നും ബന്ധിക്കാതെ തന്നെ എൻ്റെ മകളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ജനങ്ങളൊക്കെ എന്നെ പുച്ഛിക്കും. ഇതെന്ത് രാജാവാ, രാജാവ് പറഞ്ഞ പ്രതിജ്ഞയൊക്കെ ഒരാൾ വന്നപ്പോഴേക്കും എടുത്ത് കളഞ്ഞിരിക്കുന്നു, അപ്പോൾ രാജാവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയുമായിരിക്കും. അതാണ്, അങ്ങനെ പറഞ്ഞോട്ടെ. കാമം നിന്ദന്തു, എനിക്കതൊരു വിഷയമല്ല. എന്തുകൊണ്ട്? എൻ്റെ മകളെ വിവാഹം കഴിക്കണത് ലോകൈകനാഥനായിട്ടുള്ള കൃഷ്ണനാണ്. പിന്നെ ഞാൻ എന്ത് പേടിക്കാനാ? പ്രജകൾ പറയണത് നോക്കിയിരുന്നാൽ കാര്യം നടക്കുമോ? അതാണിവിടെ കവി പറയണത്. ലോകാനുവൃത്തി, ലോകങ്ങളെ അനുവർത്തിക്കുക എന്നുള്ളത് സംസാരാത് ഉത്താരയിതം ക്ഷമാകിം, ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് എന്നെ സഹായിക്കുമോ? ഇല്ലല്ലോ എന്നാണ് അർത്ഥം. അതായത് ലോകാനുവൃത്തി എന്നുള്ളത് കൊണ്ട് ഈ ലൗകികമായിട്ട് നമ്മൾ പലതും പറയുകയും അതിനുവേണ്ടി നേരം കളയുകയും ജീവിതം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ല ചിലപ്പോൾ മോക്ഷം കിട്ടുക, ഈ സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനം കിട്ടുക. അതിന് വേറൊരു വഴി സ്വീകരിക്കേണ്ടി വരും. സാധാരണഗതിയിൽ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കിന് വ്യവസ്ഥ ഉണ്ടാവേണ്ട ആളാണ്, ആ വാക്കിനനുസരിച്ച് വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കേണ്ട ആളൊക്കെ തന്നെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ചിലപ്പോൾ മോക്ഷം കിട്ടിക്കൊള്ളണമെന്നില്ല. സംസാര ചക്രത്തിൽ നിന്നുള്ള മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവത് പാദ ഭജനം തന്നെ വേണം. അതാണിപ്പോൾ ഇങ്ങോട്ട് വന്ന് കിട്ടിയിരിക്കുന്നത്. ഭഗവാൻ നേരിട്ട് ഹാജരായിരിക്കുകയാണല്ലോ ഈ കോസല രാജ്യത്ത്. അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക, അതിനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അങ്ങ് പറയാണ്, ഞാൻ കാളകളെയൊന്നും കെട്ടണില്ല, എനിക്ക് കുട്ടിയെ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനും തയ്യാറാവും. എന്തുകൊണ്ട്? എനിക്കെന്ന് മാത്രമല്ല, ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ പ്രസാദം തന്നെയാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വർത്തിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വർത്തിച്ചാൽ മോക്ഷം കിട്ടും, അത് തീർച്ചയുള്ള കാര്യമാണ്. അങ്ങനെ വന്നാൽ അതിനു വേണ്ടി പ്രയത്നിക്കുകയല്ലേ വേണ്ടത്. എന്താണ്? ഗതാനുഗതികോ ലോക ന ലോക പാരമാർത്ഥിക. എന്താണ് മുമ്പേ പോയ ഒരാൾ ചെയ്യണത് അതുതന്നെയാണ് അടുത്ത ആളും ചെയ്യണത്, അതിൻ്റെ പിന്നത്തെ ആളും അത് തന്നെയാണ് ചെയ്യുക. പക്ഷേ അതിങ്ങനെ ചെയ്തുകൊണ്ട് കർമ്മനിരതരായിട്ട് ഇങ്ങനെ ജീവിക്കാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരവർക്ക് ഒരു മോക്ഷപ്രാപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനുവേണ്ടി മാർഗം ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. ഞാൻ പ്രതിജ്ഞ നടത്തി എന്നുള്ളത് ശരി തന്നെയാണ്, വേണമെങ്കിൽ അത് അങ്ങയ്ക്ക് വേണ്ടി മാറ്റി വച്ചാലും അതിന് ഞാൻ കേൾക്കാൻ പോണ പഴിയെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിക്കണ പോലുമില്ല. അങ്ങ് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ തരാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അങ്ങ് കാളകളുടെ സമീപത്തേക്ക് വരേണ്ട ആവശ്യം പോലുമില്ല എന്ന് ഒരു ലോക തത്വം നമുക്കായിട്ട് കവി ഈ നഗ്നജിത്തിൻ്റെ വാക്കുകളിൽ കൂടെ പറഞ്ഞു തരികയാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. സംസാരാതുത്താരയിതം ലോകാനുവൃത്തി ക്ഷമാകിം. അതൊരു ചോദ്യമാണ്. അത് ക്ഷമമാണോ? ഈ സംസാരത്തെ അതിജീവിക്കാൻ, സംസാര സാഗരത്തിൽ നിന്നും മുക്തനാവാൻ ഈ ലോകാനുവൃത്തി പര്യാപ്തമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ പ്രതിജ്ഞ മാറ്റിവെക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ നഗ്നജിത്ത് പറയണത്. നമുക്ക് 39ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇത്യൂജിഷി മഹീപാലേ പരിതുഷ്ടേ പുരോധസി മുദിതാസു ച പത്നീഷു ശൗര്യർഗംഭീരമബ്രവീത്. പദച്ഛേദം പറയാം. ഇതി ഊചിഷി മഹീപാലേ പരിതുഷ്ടേ പുരോധസി മുദിതാസു ച പത്നീഷു ശൗര്യഃ ഗംഭീരം അബ്രവീത്. ഇവിടെ രാജാവൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്നാണ് പറയണത്. മഹീപാലേ ഇതി ഊചിഷി, ആ കോസലത്തിൻ്റെ അധിപതിയായിട്ടുള്ള രാജാവ് നഗ്നജിത്ത് ഇപ്രകാരം പറഞ്ഞു നിർത്തിയപ്പോൾ, ഇതി ഊചിഷി സതിസപ്തമി, രാജാവ് ഇപ്രകാരം പറഞ്ഞു നിർത്തി. അത് കേട്ടപ്പോൾ, രാജാവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ തോന്നിയതെന്ന് പറയാണ്. പുരോധസി പരിതുഷ്ടേ, രാജാവിൻ്റെ അടുത്ത് തന്നെ പുരോഹിതൻ ഉണ്ടാവും.
എല്ലാ കാര്യങ്ങൾക്കും വേണ്ട വിധം ഉപദേശം കൊടുക്കുന്ന ആളാണ് പുരോഹിതൻ. ശ്രീരാമൻ്റെയൊക്കെ പുരോഹിതനായിട്ട് വസിഷ്ഠനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ എല്ലാ രാജാക്കന്മാർക്കും വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ ഒരു ബ്രാഹ്മണ ഋഷി അവിടെ ഉണ്ടാവും, ബ്രഹ്മർഷിയായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടാവും. ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ആ പുരോഹിതൻ സന്തോഷിച്ചു. പുരോഹിതൻ മാത്രമല്ല സന്തോഷിച്ചത്, പിന്നെ ആരൊക്കെ സന്തോഷിച്ചു? പത്നീഷു മുദിതാസൂച്ച, അവിടെ കൂടിയിരുന്ന പത്നിമാർ, അതായത് നഗ്നജിത്തിൻ്റെ ഭാര്യമാർ, അവർക്കെല്ലാവർക്കും സന്തോഷവുമായി. അതായത് രാജാവിൻ്റെ അഭിപ്രായം കേവലം രാജാവിൻ്റെ മാത്രമൊന്നും ആയിരുന്നില്ല. അത് കേട്ടപ്പോൾ സന്തോഷിക്കാൻ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. പുരോഹിതന് സന്തോഷമായി, അവിടെ കൂടിയിരുന്ന ഭാര്യമാർക്ക് എല്ലാവർക്കും അത്രയ്ക്ക് സന്തോഷമായി. അതായത് ഒരച്ഛനാണ് എങ്കിൽ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പുരാണങ്ങളും സ്മൃതികളും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പറഞ്ഞു വച്ചതായിട്ടുള്ള പ്രതിജ്ഞകളൊക്കെ വേണമെങ്കിൽ മാറ്റാം. അതാണല്ലോ ഇവിടെ രാജാവ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ഉണ്ടായത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുത്തെ ജാമാതാവായിട്ട് മരുമകനായിട്ട് വരണമെന്നുള്ളത് എല്ലാവരുടെയും മോഹം തന്നെയായിരുന്നു, രാജാവിൻ്റെ മാത്രമല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അവിടെ കോസലാധിപതിയുടെ ഭാര്യമാരും പുരോഹിതനും ഒക്കെ സന്തോഷിച്ചു രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ. അതൊക്കെ കൂടി കേട്ടിട്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചിട്ട് ശൗരി ശ്രീകൃഷ്ണൻ ഗംഭീരം അബ്രവീത്, വെറുതെ പറയല്ല, ഗംഭീരമായിട്ടുള്ള വാക്കുകൾ അതിനനുസരിച്ചുള്ള, അതായത് എന്താണോ രാജാവ് ഇങ്ങോട്ട് പറഞ്ഞത് അതിനനുസരിച്ച് ഉത്തമമായിട്ടുള്ളൊരു മറുപടി രാജാവിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇത് ഗംഭീരം എന്നുള്ള വാക്ക് ക്രിയാവിശേഷണമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വാക്കുകളുടെ ഗാംഭീര്യം എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലാണ് കാണാൻ പറ്റുക. ഇന്നത്തെ 3 ശ്ലോകങ്ങളും നമുക്കൊന്നും കൂടി ചൊല്ലി നോക്കാം. അഥവാ പുണ്ടരീകാക്ഷ സമയസ്ത്വയി നോചിത യദി തേ രോചതേ കന്യാ ദദാമി പ്രതിഗൃഹ്യതാം കാമം നിന്ദന്തു ലോകോയം മാം പ്രതിജ്ഞാതിലംഘിനം ലോകാനുവൃത്തി സംസാരാത് കിമുത്താരയിതും ക്ഷമാം ഇത്യൂചിഷി മഹീപാലേ പരിതുഷ്ടേ പുരോധസി മുദിതാസു ച പത്നീഷു ശൗര്യർഗംഭീരമബ്രവീത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.